So, we will unbox the Mivi Duopods F40 and true wireless earphones. This is an impressive price. The original price is $1,200. But the indirect price is $1,000 sale in the product. But this product is a massive price. So, what is the Mivi Duopods F40 specifications, features, price? കൊടുക്കുന്ന പ്രൈസിന് എന്തായാലും വർത്ത് തന്നെയാണ്. കാരണം ഒരു ഇയർഫോൺ വാങ്ങേണ്ട പ്രൈസിനാണ് ഞാൻ ഈ ഒരു ട്രൂ വയർലെസ് ഇയർഫോൺ വാങ്ങിച്ചത്. സോ അതുകൊണ്ട് എനിക്കതിൽ യാതൊരു ഇതുമില്ല. പക്ഷേ $1000 കൊടുക്കുന്ന പ്രൈസിന് ഇത് വർത്താണോ, എന്തൊക്കെയാണ് ഇതിൻ്റെ ഓവറോൾ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ നോക്കാം. സോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ അപ്പം നേരെ വീഡിയോയിലോട്ട്. സോ ഇതാണ് മിവി ഡുവോപോഡ് F40യുടെ ബോക്സ് തുറന്ന് ഇവിടെ താഴത്തെ ട്രൂ വയർലെസ് ഇയർഫോൺസ് എന്നും മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇന്ത്യൻ ബ്രാൻഡ് കൂടിയാണ് മിവി എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് HD സ്റ്റീരിയോ സൗണ്ട്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് 5.1 1 ടച്ച്, അതുപോലെ തന്നെ പ്രൗഡ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ 1 ഇയർ ലിമിറ്റഡ് വാറൻറ്റി, ഫാസ്റ്റ് ചാർജിങ് കേസ്, ടൈപ്പ് സി പോർട്ട് എന്നും കൊടുത്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഒക്കെ തന്നെ പുറകിൽ കൊടുത്തിട്ടുണ്ട്. സോ എനിവേ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് വരുന്നത് ഒരു വാറൻറ്റി രജിസ്ട്രേഷൻ കാർഡാണ്. ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ഇൻവോയ്സ് സെൻഡ് ചെയ്തിട്ട് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് നമുക്ക് വാറൻറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ അങ്ങനത്തെ ഒരു കാർഡാണ്. നല്ല കളറാട്ടോ, ഇത് കാണാൻ രസമുണ്ട്. പിന്നീട് വരുന്നത് ഒരു വെൽക്കം ക്രൂ ആണ്. ഇവിടെ ബ്രാൻഡിൻ്റെ ഇതൊന്നും ആവശ്യമില്ല. സോ പിന്നീട് വരുന്നത് ഒരു യൂസർ മാനുവലാണ്. ഇത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, ഇതിൻ്റെ ടച്ച് കൺട്രോൾസും ഓവറോൾ ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഓവറോൾ അങ്ങനത്തെ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ വേറൊരു ചെറിയൊരു ബോക്സ് വരുന്നുണ്ട്. ഇതിനകത്ത് ചാർജിങ് കേബിൾ തന്നെയാണ്, നമുക്ക് ഓപ്പൺ ചെയ്യാം. യെസ്, വരുന്നില്ലല്ലോ. വാ കിട്ടി. ഒരു ടൈപ്പ് സി ചാർജിങ് കേബിളാണ് കൊടുത്തിട്ടുള്ളത്. അതും ഈ ഒരു $1000 പ്രൈസ് റേഞ്ചിൽ ടൈപ്പ് സി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നല്ലൊരു കാര്യം തന്നെയാണ്. സോ ഇതാണ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റായിട്ടുള്ള മിവി ഡുവോപോഡ് F40. പുറത്തെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. 45 ഗ്രാം മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. നല്ല ലൈറ്റ് വെയിറ്റ് ആയുള്ള പ്രൊഡക്റ്റാണ്. പക്ഷേ നല്ലൊരു മാറ്റ് ഫിനിഷ് കൊടുത്തോളൂ, നല്ലൊരു പ്രീമിയം ലുക്കും പിന്നെ ചാർജിങ്ങിൻ്റെ ആ ഒരു ഇൻഡിക്കേഷനും ടൈപ്പ് സി പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ പുറകിൽ ഒന്നും തന്നെ ഇല്ല. പിന്നീട് റൈറ്റ് സൈഡിലൊന്നുമില്ല, മുകളിലായിട്ടൊന്നുമില്ല, ലെഫ്റ്റ് സൈഡിലൊന്നുമില്ല. പിന്നീട് ഇതിൻ്റെ സൈഡിൽ കർവ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്രീമിയം ലുക്ക് അതുകൊണ്ട് തരുന്നുണ്ട്. നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ ആണെങ്കിലും ആ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈൻ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കേസാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നല്ല രസമുണ്ട് പിടിക്കാൻ തന്നെ. സോ ഇതിനിടെ നിൽക്കുന്നത് അടുത്ത് പോയി. സോ ഓവറോളായിട്ട് കേസിൻ്റെ ഒരു ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ യാതൊരു തരത്തിലും സംശയമില്ല, കേസിൻ്റെ ക്വാളിറ്റി ഗംഭീര ക്വാളിറ്റി തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം ഇത് ഫുള്ളായിട്ട് ക്ലോസ് ആവുന്നില്ല, നമ്മൾ ക്ലോസ് ചെയ്യാതെ ഇപ്പോൾ ഷെയ്ക്ക് ചെയ്താലും ഇത് ക്ലോസ് ആവുന്നില്ല. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി എത്രത്തോളമാണെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ യാതൊരു തരത്തിലുള്ള ഇഷ്യൂസൊന്നും അതിലില്ല. ക്ലോസ് ചെയ്യുന്നു നല്ല നൈസ് തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ ബഡ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബഡ്സ് ഒന്ന് പുറത്തെടുത്ത് നോക്കാം. ഇത് ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ കേസ് വരുന്നത് മാറ്റ് ഫിനിഷിലാണ്. സോ അതൊരു ഡിഫറൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇനി 2 ബഡ്സും നോക്കിക്കഴിഞ്ഞാൽ പുറകിലായിട്ടുള്ള ലൈറ്റ് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതൊരു ബ്ലൂവും റെഡും ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഗ്ലോസിയാണ്, പക്ഷേ ഇത് മാറ്റാണ്. അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്കിതിൽ ഫീൽ ചെയ്യുന്നില്ല. താഴത്തായിട്ടാണ് ഇതിൻ്റെ ചാർജിങ്, അതുപോലെ തന്നെ മൈക്കും താഴത്തായിട്ട് വരുന്നുണ്ട്. സോ ഗ്ലോസി ഫിനിഷ് ആണെങ്കിലും അത്യാവശ്യം നൈസാണ് കാണാൻ. നല്ല ക്വാളിറ്റി ബഡ്സിലും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ കുറച്ചും കൂടി നല്ല നൈസായിട്ട് തോന്നിയത് ഇതിൻ്റെ കേസാണ്. കുറച്ചും കൂടി ആ ഒരു മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി കേസിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ ആയിട്ട് നമുക്ക് ചാർജിങ് ഇൻഡിക്കേഷൻ കാണാൻ വേണ്ടി പറ്റും. 4 ഇൻഡിക്കേഷൻ ലൈറ്റ് അവിടെ ആയിട്ട് ചാർജിങ്ങിൻ്റെ പെർസെൻറ്റേജ് കാണാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ നൈസ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു സാധനം. കാരണം ഓവറോൾ ഒരു പ്രീമിയം ലുക്കും ഇതിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്.
പിന്നീട് നമുക്ക് വരുന്നത് ഇതിൻ്റെ കുറച്ചും കൂടെ വലിയ മോഡലായിട്ടുള്ള F50 വരുന്നുണ്ട്. മിവി ഡുവോപോഡ് F50 വരുന്നുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് F50. ഇതൊരു ഗ്ലോസിയാണ് ലുക്ക്. പക്ഷേ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് F40 കാരണം അതൊരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട്. ഇത് കുറച്ചും കൂടി അത്ര എനിക്ക് കേസിൻ്റെ കാര്യത്തിൽ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സാധനം മിവി ഡുവോപോഡ് F50 തന്നെയാണ്. പക്ഷേ അതിൻ്റെ പ്രൈസും ഡിഫറൻസും വരുന്നുണ്ട്. നമ്മൾ അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത ദിവസം നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഓവറോൾ രണ്ടും നൈസ് തന്നെയാണ്. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. ഇനി എങ്ങനെ നമുക്കിത് ഫോണുമായിട്ട് പെയർ ചെയ്യാൻ നോക്കാം. ജസ്റ്റ് നമുക്ക് ആ ഒരു ബഡ്സ് ഒന്ന് പുറത്തെടുത്ത് വെക്കണം, എന്നാൽ മാത്രമേ പെയർ ആവുള്ളൂ. സോ പുറത്തെടുത്തു സെർച്ച് ചെയ്യുക. ഇവിടെ ഇപ്പം വരും, സെർച്ചിങ് കൊടുത്തിട്ടുണ്ട്. വരൂ 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 ഇവിടെ വന്നിട്ടുണ്ട്. മിവി ഡുവോപോഡ് F40 എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെയർ ചെയ്യാം. കണക്റ്റിംഗ് പെയറിങ്ങിൻ്റെ ഓപ്ഷൻ ഇവിടെ യെസ് വന്നിട്ടുണ്ട്. ഇനി അവിടെ നമുക്ക് പെയർ എന്ന് കൊടുക്കാം. സോ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഇത്രക്കും സ്ലോ ആയിട്ട്. പക്ഷേ നെക്സ്റ്റ് ടൈം നമ്മൾ ജസ്റ്റ് ബ്ലൂടൂത്ത് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, അപ്പോൾ തന്നെ കണക്റ്റ് ആവുന്നുണ്ട്. സോ ഇത് ഫസ്റ്റ് ടൈം ആകുമ്പം ജസ്റ്റ് ഒന്ന് ടൈം എടുക്കുന്നതാണ്, അത്രയേ ഉള്ളൂ. സോ ഇനി നമുക്കിതെങ്ങനെ ഇതിൻ്റെ ടച്ച് കൺട്രോളൊക്കെ എത്രത്തോളം വർക്കിംഗ് ആണെന്ന് നോക്കാം. യൂട്യൂബ് മ്യൂസിക് ഓപ്പൺ ചെയ്യാം. നമുക്കൊരു പാട്ട് പ്ലേ ചെയ്തിട്ട് അതിൽ നമുക്ക് നോക്കാം. സോ ഈ ഒരു പാട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ഇനി നമുക്ക് ടച്ച് കൺട്രോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഈ ഒരു ബഡ്സ് എടുത്തിട്ട് ടച്ച് കൺട്രോൾ എത്രത്തോളം ആക്യുറസി ആയിട്ട് വർക്ക് ചെയ്ത് നോക്കാം. 1 ടാപ്പ് ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോ പോസായി. ഒന്നും കൂടി 1 ടാപ്പ് ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോ പ്ലേ ആവുന്നുണ്ട്. വീഡിയോ അല്ല കേട്ടോ, മ്യൂസിക് ആണ്. മ്യൂസിക് പ്ലേ ആയി. ഇനി ഞാൻ ഒന്നും കൂടി ട്രിപ്പിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ അസിസ്റ്റൻറ്റ് വർക്കാവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം, കൊടുത്തു ആവുന്നു. അത് ചില സമയത്ത് നമ്മൾ ടാപ്പ് ചെയ്യുന്ന ഒരു തെറ്റുന്ന സമയത്താണ് വരാത്തത്. ഒന്നും കൂടി ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് മ്യൂസിക് പ്ലേ ആവുന്നതാണ്. സോ കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. പിന്നീട് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നതായിരിക്കും. അതിപ്പം റൈറ്റ് സൈഡിലാണെങ്കിൽ നമുക്ക് വോളിയം അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് വോളിയം ഡൗൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ അതൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട്. നമ്മൾ അമർത്തി പിടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ലോങ് പ്രസ് ചെയ്താൽ മാത്രം മതി. കറക്റ്റ് ആക്യുറസി ആയിട്ട് എല്ലാ ടച്ച് കൺട്രോൾസും വർക്കാവുന്നുണ്ട്. സോ അതിലൊന്നും യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും പറയാനില്ല. സോ അതിന് നമുക്ക് ഈ ഒരു ബഡ്സ് നമുക്ക് ചെവിയിൽ എത്രത്തോളം ഫിറ്റാണെന്ന് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും അതിലില്ല. നമ്മളിപ്പോൾ ഓടുകയാണ് ചാടുകയാണ് എന്ത് ചെയ്താലും ചെവിയിൽ നിന്ന് വീണ് പോകുന്നില്ല, ഫിറ്റായിട്ട് എൻ്റെ ചെവിക്ക് നിൽക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ അധികം ഇയർ ബഡ്സ് യൂസ് ചെയ്യാത്ത ഒരാളാണ്. എനിക്ക് ഇതാ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത്. പക്ഷേ ഇത് കുറേ സമയം വെക്കുന്ന സമയത്ത് ചെവിക്ക് അത്യാവശ്യം പെയിൻ ഉണ്ട്. മുകളിലായിട്ട് കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ പെയിൻ ആവുന്നുണ്ട്. അതിപ്പോൾ എൻ്റെ ഒരു ഇഷ്യൂ ആവാനായിരിക്കും ചാൻസ്. കാരണം ഇതിൻ്റെ ഒരു സൈസ് ചിലപ്പം സെറ്റ് ആവാത്തതുകൊണ്ടായിരിക്കും. അതുമാത്രം എനിക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നാറുള്ളൂ. അങ്ങനെ വലിയ പെയിനൊന്നുമില്ല. കുറച്ചധികം സമയം വെക്കുമ്പോൾ നമുക്കിങ്ങനെ തൊടുമ്പോൾ ഇവിടെ ഒരു വേന പോലെ തോന്നുന്നുണ്ട്. അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും ഇതിലില്ല. പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. താഴെ വീഴും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഒന്നാമത്. പിന്നീട് ഓവറോൾ ഇതിൻ്റെ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ നൈസായിട്ടുള്ള ബിൽഡാണ് വരുന്നത്. അത്യാവശ്യം ഒരു മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് നല്ല പ്രീമിയം ലുക്ക് ഈ ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ചാർജിങ് ഇൻഡിക്കേഷൻ നല്ല നൈസായിട്ടുണ്ട്. ഓവറോൾ ഈ ഒരു 700 രൂപ അല്ലെങ്കിൽ 1000 രൂപക്ക് വാങ്ങിച്ചാലും നല്ല ക്വാളിറ്റി ഉണ്ട്. ഒന്നാമത്തെ കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കേസിൻ്റെ ഡിസൈനാണ്. കാരണം ഞാൻ ആദ്യം വാങ്ങാൻ ഉദ്ദേശിച്ചത് ബോട്ടിൻ്റെ 131 എന്നൊരു മോഡൽ അങ്ങോട്ടുണ്ട്. അതായിരുന്നു ആദ്യം ഞാൻ നോക്കിയത്. പക്ഷേ ഈ സാധനം കണ്ടപ്പം ഭയങ്കരമായിട്ട് ഇമ്പ്രസീവായി പോയി. കാരണം ഇതിൻ്റെ ലുക്ക് ഭയങ്കര അപാരമായിട്ടുള്ള സ്റ്റൈലാണ്. കയ്യിൽ പിടിക്കാനും അല്ലെങ്കിൽ കാണാനും നൈസ് ലുക്കിംഗ് ആണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നൈസ് ലുക്കിംഗ് ആയിട്ടുള്ള സാധനമാണ്. സോ ബഡ്സ് ആണെങ്കിലും ഗ്ലോസി ഫിനിഷാണ്, എന്നാലും അത്യാവശ്യം കാണാൻ ലുക്സ് ഉണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതിൻ്റെ കേസാണ്. കേസ് ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയും അല്ലെങ്കിൽ ലുക്സും തരുന്ന കേസാണ്. പിന്നീട് 13mm ഇലക്ട്രോ ഡൈനാമിക് ഡ്രൈവേഴ്സാണ്. ഒരു നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. പിന്നീട് 50 മണിക്കൂറാണ് നമുക്ക് ബാറ്ററി പാക്കപ്പ് ടോട്ടലായിട്ട് കിട്ടുന്നത്. 8 മണിക്കൂർ ബാറ്ററി പാക്കും നമുക്ക് ഇതിൻ്റെ ബഡ്സിൽ കിട്ടുന്നുണ്ട്. സോ അത്രത്തോളം തന്നെ കിട്ടുന്നുണ്ട്. പറഞ്ഞ ഒരു 50 മണിക്കൂർ കിട്ടുന്നുണ്ട് എനിക്കറിയില്ല. എന്നാലും ഞാനിത് വാങ്ങിച്ചു 2 ആഴ്ചയായിട്ട് യൂസ് ചെയ്യുകയാണ്. ഹെവി യൂസാണ്. എന്നിട്ട് ഞാൻ ആകെപ്പാട് 2 പ്രാവശ്യം മാത്രമേ ചാർജ് ചെയ്തിട്ടുള്ളൂ. ഫാസ്റ്റ് ചാർജിങ് ആണ്. അതായത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഫുൾ ചാർജ് ആവുന്നുണ്ട് കേസ്. സോ അതിലൊന്നും യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും പറയാനില്ല. ഓവറോൾ കൊടുക്കുന്ന പ്രൈസിന് വേർത്തായുള്ള നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നീട് 1 ഇയർ വാറൻറ്റിയും വരുന്നുണ്ട്.
സോ യാതൊരു വിധത്തിൽ ഇഷ്യൂസും ഇതുവരെ എനിക്ക് ഇങ്ങനെ പറയാനുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് ഉണ്ടാവുമോ എന്നറിയില്ല. സോ അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഇസ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.